ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും എസനൻസ് ബാലുശ്ശേരിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ടോപ്പിക് ദാറ്റ് ഈസ് പൾമനറി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നീറ്റ് പോലെയുള്ള എക്സാമിന് മിക്കവാറും വർഷങ്ങളിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് വളരെ ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോവാം. റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. എന്താണ് റെസ്പിറേറ്ററി വോളിയം, എന്താണ് റെസ്പിറേറ്ററി കപ്പാസിറ്റി, ഓർ ഇറ്റ് ഈസ് കോൾഡ് പൾമനറി വോളിയൂംസ് ആൻഡ് പൾമനറി കപ്പാസിറ്റീസ്. നോർമലി പൾമനറി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ദ ലങ് ക്യാൻ ഹോൾഡ്, എക്സ്പെൽ ഓർ റിസീവ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. എന്താണ് പൾമനറി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ amount, it is the quantity of air that the lung can receive, hold or expel during different conditions of breathing or different conditions. That is called as pulmonary volumes. എത്ര വോളിയൂംസ് ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്? എത്ര വോളിയൂംസ് ഉണ്ടായിരുന്നു പഠിക്കാൻ? 4 പൾമനറി വോളിയൂംസ് ഉണ്ട്. ഓക്കെ, then what is pulmonary capacity? കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 or more പൾമനറി വോളിയൂംസ്. നേരത്തെ പറഞ്ഞ 4 പൾമനറി വോളിയൂംസ് പറഞ്ഞു, അതിൽ 2 or 3 പൾമനറി വോളിയൂംസ് കൂടി ചേർന്നാൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റി. പൾമനറി വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ദാറ്റ് ദ ലങ് ക്യാൻ റിസീവ്, ഹോൾഡ് ഓർ എക്സ്പെൽ ഡ്യൂറിങ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പൾമനറി വോളിയൂംസ്. ആൻഡ് പൾമനറി കപ്പാസിറ്റി, it is the combination of 2 or more pulmonary volumes are called as pulmonary capacities. എത്ര കപ്പാസിറ്റി പഠിക്കാനുണ്ട്? 5 കപ്പാസിറ്റി. എത്ര വോളിയൂംസ് ആണ്? 4 പൾമനറി വോളിയൂംസ്, അതേപോലെ 5 പൾമനറി കപ്പാസിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. ദെൻ വാട്ട് ആർ ദ പൾമനറി വോളിയൂംസ്? ഏതൊക്കെയാണ് പൾമനറി വോളിയൂംസ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പൾമനറി വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. എന്താണ് പേര് പറയാ? Tidal volume. It is represented as TV. TV. Tidal volume or it is represented as TV. എങ്ങനെ ഡിഫൈൻ ചെയ്യാം ടി വിയെ? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഫോർ എക്സാമ്പിൾ നോക്കും, നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുന്നതോ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതോ ആയ എയറിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം. അത് എത്ര ഉണ്ടാവും? അത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml. എത്ര ഉണ്ടായിരിക്കുക? 500 ml. സോ ടൈഡൽ വോളിയം ഈസ് 500 ml. ഈ 500 ml എയർ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 350 ml പ്ലസ് 150 ml. ഇപ്പം നമ്മൾ 500 ml എയറിനെ ഉള്ളിലേക്ക് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സോണിലേക്ക് ലങ്സിൻ്റെ അകത്തേക്ക് എത്തുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 350 ml മാത്രമേ ഉള്ളൂ. 350 ml ഓഫ് ദ ടൈഡൽ വോളിയം passes into the respiratory zone of the lung. 350 ml of the tidal volume passes into the respiratory zone of the lung. And this amount of air is called, that is called respiratory volume. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? respiratory volume. 350 ml air is called as respiratory volume because the only 350 ml of the tidal volume enters into the respiratory zone. അപ്പോൾ ബാക്കിയുള്ള 150 ml എവിടെ പോകും? The remaining 150 ml remains in the respiratory tract and not involved in the gas exchange. ബാക്കിയുള്ള 150 ml വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തങ്ങിക്കിടക്കും. അത് എവിടേക്ക് പോകുന്നില്ല? എക്സ്ചേഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നില്ല. സോ the 150 ml of air is called as ഡെഡ് സ്പേസ് എയർ എന്ന് പറയും. എന്താ പറയുക? ഡെഡ് സ്പേസ് എയർ. ഇതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? റെസ്പിറേറ്ററി വോളിയം. ആൻഡ് 150 ml is called as ഡെഡ് സ്പേസ് എയർ. രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ടൈഡൽ വോളിയം. സോ ഫസ്റ്റ് വോളിയം ഈസ് ടൈഡൽ വോളിയം. സെക്കൻഡ് വോളിയം ഏതാണ്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം.
ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഇറ്റ് ഈസ് ദ അഡീഷണൽ എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ, ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. എങ്ങനെ നോക്കിക്കൊള്ളുക? ഞാൻ വലിച്ചെടുത്ത മാക്സിമം എമൗണ്ട്, അത് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷനാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ടൈഡൽ വോളിയം എങ്ങനെയായിരുന്നു? നോർമൽ എക്സ്പയർ ചെയ്യുക. ഇപ്പം ഞാൻ എന്താ ചെയ്തത്? നോർമലായിട്ട് എക്സ്പയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു. അപ്പം നോർമൽ എക്സ്പിരേഷന് പുറമെ ഒരു അഡീഷണൽ വോളിയം ഓഫ് എയർ അവിടെ കയറിപ്പോയില്ലേ? ആ അഡീഷണൽ ക്വാണ്ടിറ്റിക്കാണെന്ന് പറയുന്നത് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ breathe in by a forceful expiration, that is called IRV. IRV approximately എത്ര ഉണ്ടായിരിക്കും? IRV എന്ന് പറയുന്ന സാധനം കാണുന്നത് 2500 ml മുതൽ 3000 ml വരെയാണ്. ഓക്കെ, ഇപ്പം എന്താണ് ടൈഡൽ വോളിയം കഴിച്ച് ബാക്കി നമ്മൾ വലിച്ചെടുക്കുന്ന അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് എയറിന് എന്ന് പറയുന്നത് inspiratory reserve volume. And the third one is ERV, expiratory reserve volume. എന്താണ് expiratory reserve volume? It is the additional volume of air a person can breathe out by a forceful expiration after a normal inspiration. ഞാൻ നോർമലി ഇൻസ്പയർ ചെയ്യാണ്, പിന്നെ എക്സ്പയർ ചെയ്യാൻ പറ്റും. നോർമൽ ഇൻസ്പിരേഷന് ശേഷമുള്ള ഫോഴ്സ്ഫുൾ എക്സ്പിരേഷനാണ് നമ്മളെന്ന് പറയുന്നത് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അതിൽ അഡീഷണൽ ആയിട്ട് പുറത്തേക്ക് വിടുന്നതാണ്. നോർമലി ഞാൻ എക്സ്പയർ ചെയ്തു, ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരു എമൗണ്ട് ഓഫ് എയർ ആരായിരിക്കും? ടൈഡൽ വോളിയം നോർമലി വിടുന്നത്. ഞാൻ അതിൻ്റെ പുറമെ കുറച്ചുകൂടെ ശക്തമായിട്ട് പുറത്തേക്ക് വിട്ടു. ആ കുറച്ചുകൂടെ ശക്തമായിട്ട് പുറത്തേക്ക് വിട്ട അഡീഷണൽ ക്വാണ്ടിറ്റീസ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ERV. ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ബൈ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. എന്താ പറയുക? എക്സ്പിരേറ്ററി റിസർവ് വോളിയം. എത്ര വരും അത്? 1000 to 1100 ml. Okay, then the fourth റെസ്പിരേറ്ററി വോളിയം അല്ലെങ്കിൽ പൾമനറി വോളിയം എന്ന് പറയുന്നത് റെസിഡ്യുവൽ വോളിയം ഓർ ഇറ്റ് ഈസ് കോൾഡ് RV. റെസിഡ്യുവൽ വോളിയം ഓർ ഇറ്റ് ഈസ് കോൾഡ് RV. എന്താണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഔട്ട് ചെയ്തു, ലങ്സിലുള്ള മുഴുവൻ എയറും പുറത്തു പോയോ? ഇല്ല. ഒരു എമൗണ്ട് ഓഫ് എയർ ലങ്സിൽ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. അത് എത്ര ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തി കഴിഞ്ഞാലും പുറത്തു പോവാതെ എവിടെ തന്നെ നിൽക്കുന്ന എയറാണ്? ലങ്സിൽ തന്നെ നിൽക്കുന്ന എയറാണ്. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ് ഈവൺ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടന്നു കഴിഞ്ഞാലും ലങ്സിൽ റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയറിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ് even after a forceful expiration. That is called residual volume. എത്ര ഉണ്ടായിരിക്കും അത്? 1100 to 1200 ml. So these are the 4 respiratory volumes. Next is pulmonary capacities. What is pulmonary capacity? It is the combination of 2 or more pulmonary volumes. Combination of 2 or more pulmonary volumes are called pulmonary capacities. 2 or more pulmonary volumes കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പൾമനറി കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 or more pulmonary volumes. എത്ര കപ്പാസിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ? 5 പൾമനറി കപ്പാസിറ്റീസ് ഉണ്ട്. 5 പൾമനറി കപ്പാസിറ്റീസിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കപ്പാസിറ്റിക്ക് നമ്മൾ IC എന്ന് പറയും, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇൻസ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്.
ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ. ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. It is the maximum volume of air, അല്ലെങ്കിൽ it is the total volume of air a person can forcefully expire after a normal expiration. ഇതാണ് ഞാൻ വലിച്ചെടുക്കുന്ന മാക്സിമം വോളിയം ഓഫ് എയറിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ വലിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിൽ ടി വി ഉണ്ട്, ടൈഡൽ വോളിയം നോർമൽ വലിക്കുന്നു. അതിൻ്റെ പുറമെ ഞാൻ കുറച്ച് അഡീഷണലൂടെ വലിച്ചു കയറ്റി. അത് ആരായിരുന്നു? IRV. ഇപ്പോൾ ടി വിയും IRVയും കൂടുമ്പോഴാണ് മാക്സിമം വോളിയം ടോട്ടലായിട്ട് വരുന്ന വോളിയത്തിന് കിട്ടുക നമുക്ക്. ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. It is the maximum volume of air a person can breathe in forcefully after a normal expiration. That is called inspiratory capacity. എന്തൊക്കെ അപ്പോൾ ഏതെല്ലാം വോളിയംസ് ആണ് അതിൽ ഉണ്ടായിരിക്കുക? ടൈഡൽ വോളിയം ഉണ്ടല്ലോ, പിന്നെ IRV എന്ന് പറയുന്ന വോളിയം ഉണ്ടല്ലോ. TV plus IRV is equal to IC. TV എത്ര വരും? TV 500 ml നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. IRV എത്രയാണ്? 2500 to 3000 ml. So the total IC inspiratory capacity is 3000 ml to 3500 ml. Clear? Okay. Next capacity is എക്സ്പിരേറ്ററി കപ്പാസിറ്റി. എക്സ്പിരേറ്ററി കപ്പാസിറ്റി വളരെ സിമ്പിളാണ്. മാക്സിമം പുറത്തേക്ക് വിടുന്ന എയറിനെയാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. എങ്ങനെ ഉണ്ടാവും? ചെറുത് വലിച്ചു, ചെറിയൊരു നോർമൽ ഇൻസ്പിരേഷൻ കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന ടോട്ടൽ എയറിനെയാണെന്ന് പറയുന്നത് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ expiration. That is called expiratory capacity, represented as TV plus ERV is equal to എത്ര വരും? TV 500 ml ആണ്. 500 ml plus 1000 to 1100 ml. That is equal to 1500 ml to 1600 ml. This is the expiratory capacity. And the third one is functional residual capacity. Functional residual capacity. Functional residual capacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി പുറത്തേക്ക് എയറിനെ എക്സ്പയർ ചെയ്തു. ആ നോർമൽ എക്സ്പിരേഷന് ശേഷം നിങ്ങളുടെ ലങ്സിൽ റീറ്റെയിൻ ചെയ്യുന്ന ആ ടോട്ടൽ വോളിയം ഓഫ് എയറിനെയാണെന്ന് പറയുന്നത് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. നോക്കൂ, ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നില്ല, ഞാൻ പുറത്തേക്ക് വിടുന്ന ടൈഡൽ വോളിയം മാത്രമാണ് 500 ml. അപ്പോൾ ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നില്ല എങ്കിൽ ആ എയർ എവിടെ ഉണ്ട്? ആ എയർ ആരായിരുന്നു? ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ ആരായിരുന്നു? ERV ആണ്. ERV എൻ്റെ ലങ്ങിൽ വെച്ച് ഞാൻ ആരെ മാത്രമേ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ? TVയെ മാത്രം. പ്ലസ് എപ്പോഴും ലങ്ങിൽ അവശേഷിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് എയർ ആണ് ആര്? RV. RVയും അവിടെ തന്നെ ഉണ്ടാവും, ERVയും അവിടെ തന്നെ ഉണ്ടാവും. ബിക്കോസ് ഞാൻ പുറത്ത് വിട്ടത് ആരെ മാത്രമാണ്? TVയെ മാത്രമാണ്. ERVയെ ഞാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പം FRC എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കതിനെ? FRC ഈസ് ഈക്വൽ ടു RV പ്ലസ് ERV. RV എപ്പോഴും ലങ്ങിൽ ഉണ്ടാവുന്ന എയർ ആണല്ലോ. അപ്പോൾ RV എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1100 to 1200 ml പ്ലസ് ERV എത്രയായിരുന്നു? 1000 to 1100 ml. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2100 to 2300 ml. That is the functional residual capacity.
ഇനി നാലാമത്തെ കപ്പാസിറ്റിയാണ്, ഫോർത്ത് വൺ ഈസ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഇറ്റ് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ അല്ലേ? ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. That is called vital capacity. It is the total volume. It is the maximum volume of air. It is the maximum volume of air a person can breathe in. Breathe in. It is the maximum volume of air. It is the maximum volume of air a person can breathe in after a forceful expiration. That is the vital capacity. That is the vital capacity. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടി വി ഉണ്ടാവും, പ്ലസ് ആരുണ്ടായിരിക്കും? IRV ഉണ്ടായിരിക്കും. ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുമ്പോൾ അതിൽ ആരുണ്ടായിരിക്കും? ടി വി ഉണ്ടായിരിക്കും, ERV ഉണ്ടായിരിക്കും. സോ VC ഈസ് ഈക്വൽ ടു ടി വി പ്ലസ് IRV പ്ലസ് ERV. ടി വി എത്രയാണ്? ടി വി ഈസ് 500 ml. IRV എന്ന് പറയുന്നത് എത്രയാണ്? 2500 to 3000 ml. ERV എന്ന് പറയുന്നത് 1000 to 1100 ml. ഇത് മൂന്നൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 4000 to 4600 വരും. 4000 to 4600 ml ആണ് എന്ത്? vital capacity. ഒന്നുകൂടെ ഞാൻ പറയാം. vital capacity, it is the maximum volume of air a person can breathe in after a forceful expiration. That is called vital capacity. Clear? Okay. Then the last capacity, that is total lung capacity. Total lung capacity. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിൽ ഉണ്ടായിരിക്കുന്ന മൊത്തം എയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കമഡേറ്റഡ് ഇൻ ദ ലങ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കമഡേറ്റഡ് ഇൻ ദ ലങ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഫുൾ inspiration. It is the total volume of air accommodated in the lung after a forceful inspiration. That is called TLC. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? TLC, TV, IRV, ERV plus RV. TV, IRV, ERV എന്ന് പറയും. TV, IRV, ERV എന്ന് പറയും VC അല്ലേ? അപ്പോൾ VC പ്ലസ് RV എന്ന് എഴുതിക്കൂടെ? ഞാൻ ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് ലങ്സിലേക്ക് എയറിനെ വലിച്ചെടുത്തു. ഈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ ആ എയർ എൻ്റെ ലങ്സിൽ എത്തിയിട്ട് അത് എവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും? ബ്ലഡിലേക്ക്. ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ എവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും? ലങ്സിലേക്ക്. അതിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പുറത്തേക്ക് വിടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? TV ഉണ്ടായിരിക്കും, IRV ഉണ്ടായിരിക്കും, ERV ഉണ്ടായിരിക്കും, ഒരിക്കലും പുറത്തു പോകാത്ത ഒരു RV ഉണ്ടായിരിക്കും. വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തം സാധനമല്ലേ? അപ്പോൾ എപ്പോഴും ആരുണ്ടായിരിക്കും അതിൽ? RV ഉണ്ടാവില്ലേ? പിന്നെ ആരുണ്ടാവും? ERV ഉണ്ടാവില്ലേ? പ്ലസ് ഞാൻ വലിച്ചെടുത്ത സാധനം ആരാണ്? IRV അല്ലേ? അതിൻ്റെ കൂടെ ടൈഡൽ വോളിയം അല്ലേ? പ്ലസ് ആരും ഉണ്ടാവും? RV ഉണ്ടാവും. എങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം എൻ്റെ ലെങ്കിൽ എന്തൊക്കെ ഉണ്ട്? TV പ്ലസ് ഇപ്പം എൻ്റെ ലെങ്കിലുള്ളത് RV പ്ലസ് ERV ആണ്. ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുമ്പോഴോ അതിൻ്റെ കൂടി ആരോടെ കയറി പോകുന്നുണ്ട്? TV പ്ലസ് IRV കയറി പോകുന്നുണ്ട്. അതിനെ സ്വീകരിക്കുന്ന ആരൊക്കെയാണ് അവിടുന്ന്? RV ആൻഡ് ERV. ഞാൻ പുറത്തേക്ക് വിട്ടില്ലല്ലോ. It is the maximum volume of air accommodated in the lung
at the end of a forceful inspiration, that is called total lung capacity, that is equal to VC plus RV. VC plus RV. VC എത്രയാണ് ഇവിടെ കിട്ടിയിരുന്നല്ലേ? 4000 to 4600 പ്ലസ് എത്രയായിരുന്നു RV? 1100 to 1200 ml അല്ലേ? അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 5100 to 5800 ml. That is the TLC, total lung capacity. ഓക്കെ, ഈ വോളിയൂംസും കപ്പാസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നു. ഇനി കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കും. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് സ്പൈറോഗ്രാം. എന്താ പേര് പറയാ? സ്പൈറോഗ്രാം. ഈ വോളിയൂംസും കപ്പാസിറ്റിയും അത് എത്ര എമൗണ്ട് ഓഫ് എയർ ആണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്പൈറോഗ്രാം ആണ്. സ്പൈറോഗ്രാം എന്താണ്? സ്പൈറോഗ്രാം is the graphical representation of the pulmonary volumes and capacities. Spirogram is the graphical representation of pulmonary volumes and capacity. ഇപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മളൊരു ഗ്രാഫിൻ്റെ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് സ്പൈറോഗ്രാം. Spirogram. It is the graphical representation of the pulmonary volumes and capacities. That is called spirogram. നോക്കാം നമുക്ക് എങ്ങനെയാണ് സ്പൈറോഗ്രാം വരയ്ക്കാന്നുള്ളത്. ഒരു ബോക്സ് ആണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് നിങ്ങൾ ലങ്സ് ആയിട്ട് കാണുക. ലങ്സ്. ഓക്കെ, നമ്മൾ ലങ്സിൽ നിന്ന് എയറിനെ പുറത്തേക്ക് ഇങ്ങനെ വിടുകയാണ്. ഇത് ലങ്സിൻ്റെ അടിഭാഗമാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്ര ശക്തമായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്താലും പുറത്തു പോകാതെ ഒരു എമൗണ്ട് ഓഫ് എയർ ലങ്സ് തന്നെ റീറ്റെയിൻ ചെയ്യുന്നില്ലേ? അത് നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? RV എന്നല്ലേ? റെസിഡ്യൂവൽ വോളിയം എന്നല്ലേ? അത് എത്രയായിരുന്നു? മറന്നുപോയോ? എത്രയാണ് റെസിഡ്യൂവൽ വോളിയം? 1100 മുതൽ 1200 ml വരെയല്ലേ? യെസ്, ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ആ റെസിഡ്യൂവൽ വോളിയത്തിന്. ദിസ് ഈസ് റെസിഡ്യൂവൽ വോളിയം. ഇനി നമ്മൾ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു പോകുന്ന എമൗണ്ട് ഓഫ് എയർ ഉണ്ടായിരുന്നല്ലോ, എത്രയായിരുന്നു അത്? ഇതാരാണ്? RV. ഇതാരാണ്? ERV. ഇനി നോർമലി ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന എയർ എത്രയായിരുന്നു? നോർമൽ റെസ്പിറേഷനിൽ ടൈഡൽ വോളിയം അല്ലേ? ടൈഡൽ. സോ ദിസ് ഈസ് ദ ടൈഡൽ വോളിയം. ഇനി ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താൽ പുറത്തു പോകുന്ന ആരായിരുന്നു? പറയൂ. IRV, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. നിങ്ങൾ ശ്രദ്ധിക്കുക, നോർമൽ ബ്രീത്തിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇതാണ് നോർമൽ. നോർമൽ ബ്രീത്തിങ് ആണ്. ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ, ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യണമെന്ന്. സോ ഇത് ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ, ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ. ഇത് നോർമൽ ഇൻസ്പിരേഷൻ. വലിച്ചെടുത്ത് എത്രയാണ്? 500 ml അല്ലേ? എനിക്ക് തോന്നുന്നതാണ് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യണം. അപ്പം ഞാൻ ശക്തമായിട്ട് വലിച്ചെടുത്തു. കുറേ അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് എയർ ഉള്ളിലേക്ക് കയറി വന്നില്ലേ? നോർമൽ എക്സ്പിരേഷൻ, ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ. ഇനി ഞാൻ നോർമലി ഇൻസ്പയർ ചെയ്തു, നോർമലി എക്സ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യണമെന്ന്. ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു. ഒരു അഡീഷണൽ ക്വാണ്ടിറ്റി എയർ പുറത്തു പോയില്ലേ? ഓക്കെ, വീണ്ടും നോർമലായിട്ട്. വീണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു, ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു. വല്ലതും മനസ്സിലായോ? ശ്രദ്ധിക്കാം. എന്താന്ന് നോക്കാം നമുക്ക്. ഇത് ടൈഡൽ വോളിയം അല്ലേ? യെസ്, ദിസ് ഈസ് ടൈഡൽ വോളിയം. ഞാൻ ഇവിടെ ടൈഡൽ വോളിയത്തിന് ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് എൻ്റെ ടൈഡൽ വോളിയം അല്ലേ? ഓക്കെ, നോർമൽ ഇൻസ്പിരേഷൻ. ഇനി ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും? എൻ്റെ IRV അല്ലേ? സോ ഇത് IRV. ഇതാരാണ്? TV ആണ്. അപ്പം ഈ ടൈഡൽ വോളിയവും IRVയും ചേർന്ന് കഴിഞ്ഞാൽ മൊത്തം IRV പ്ലസ് ടൈഡൽ വോളിയം ഈസ് ഈക്വൽ ടു IC, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇതെന്തായിരിക്കും? IC. എങ്ങനെ ഡിഫൈൻ ചെയ്യാം ICയെ? It is the total volume of air a person can forcefully inspire after a normal expiration. Forcefully inspire ചെയ്യട്ടെ. എങ്ങനെയാ? ഇതാ
ഇത് ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തതാണ്. അതായത് ഇതും ചേർന്നതാണ്. ഈ മൊത്തം സാധനമാണ് ആര്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ടോട്ടൽ സാധനമാണ് ആര്? IC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോർമൽ ബ്രീത്തിങ് ആണ്. വീണ്ടും നോർമൽ ഇൻസ്പയർ, ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആരൊക്കെ ആയിരിക്കും പറഞ്ഞേ? രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ TV + ERV അല്ലേ? ദാറ്റ് ഈസ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ആരാണ്? എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ആൻഡ് ഈ ടോട്ടൽ എത്രയായിരുന്നു? നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ, കുഴപ്പമില്ല, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ട. അത് നമ്മളെന്താ പറയാ? TV-യും IRV-യും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരായി? പറയൂ. TV + IRV കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരായി? IC, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കാണിക്കുന്ന മറ്റൊരു ഭാഗമാണെന്ത്? ഇതിൽ ആരൊക്കെയുള്ളത്? IRV ഉണ്ട്, TV ഉണ്ട്, ERV. That is called vital capacity. Maximum volume of air a person can breathe in after a forceful expiration. നോക്കൂ, നിങ്ങൾ ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന മാക്സിമം എയർ ആണ്. നോക്കൂ, നിങ്ങൾ ഒരു മാക്സിമം വലിച്ചെടുത്തു, മാക്സിമം പുറത്തേക്ക് വിട്ടു. ഈ 3 വോളിയംസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ശക്തമായിട്ട് ഞാൻ എയറിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മൊത്തം സാധനം എന്താ അതിനെ പറയാ? ടോട്ടൽ ലങ് കപ്പാസിറ്റി. It is the total volume of air accommodated in the lung at the end of a forceful inspiration. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ വരും അതിൽ? ഇത്രയും ഭാഗം VC അല്ലേ? VC + this is RV. ഓക്കെ, RV എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 1100 to 1200 ml. ERV എത്രയായിരുന്നു? 1000 to 1100 ml. TV എത്രയായിരുന്നു? 500 ml. എത്രയാണ്? 500 ml. IRV എത്രയായിരുന്നു? 2500 to 3000 ml. Okay, so this is spirogram. What is spirogram? It is the graphical representation of the pulmonary volumes and capacities. This is called a spirogram. So ഇത്രയും ഭാഗമാണ് റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റിയിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട് എല്ലാ വർഷങ്ങളിലും. ഇപ്പോൾ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെസണുമായിട്ട് വീണ്ടും നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. അതുവരെ എല്ലാവരോടും തൽക്കാലം വിട പറയുകയാണ്. താങ്ക് യു.